ഹായ് ഗൈസ്, ഞങ്ങൾ വീണ്ടും ഒരു ആഫ്രിക്കൻ വിശേഷമായിട്ട് എത്തിയിരിക്കുകയാണ്. പുറത്ത് പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കാറിൻ്റെ ബാക്കിൽ നിന്ന് ഞങ്ങൾ മൂന്നും കൂടെ കുറച്ച് പട്ടി ഷോയൊക്കെ കാണിച്ചു. അങ്ങനെ പോവുകയാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി ചുമ്മാതെ മെനു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു ഷോ കാണിക്കുകയാണ്. അല്ലാതെ ഞാനൊന്നും സെലക്ട് ചെയ്തില്ല. കുഞ്ഞുട്ടനാണ് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്നു. ചേട്ടൻ അവസാനം ഓർഡർ ചെയ്ത സാധനങ്ങൾ വരുന്നു. ആദ്യമായിട്ട് ഞങ്ങളുടെ ചിപ്സാണ് വന്നത്. ഗാർലിക് ചിപ്സായിരുന്നു, സൂപ്പറായിരുന്നു. രണ്ടാമത് ഞങ്ങൾക്ക് സമൂസയാണ് വന്നത്. അങ്ങനെ അവിടുത്തെ ചായ സൂപ്പറാണ്. ആദ്യം ചെന്നാൽ ഞാൻ ചായ ഓർഡർ ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് ബട്ടർ നാനും പിന്നെ നമ്മുടെ ആലൂർ ടിക്ക മസാലയുമായിരുന്നു ഓർഡർ ചെയ്തത്. അടിപൊളിയായിരുന്നു ആ മസാല. അങ്ങനെ ഞാനത് വീണ്ടും വീണ്ടും തിന്നുന്നു. ചുമ്മാതെ ഷോ ഇറക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞോട് എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും ഞാൻ ആ മസാലയുടെ ടേസ്റ്റ് കൊണ്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അത് കഴിച്ചത് ഞാൻ മാത്രമാണത്. കുഞ്ഞുട്ടൻ അങ്ങനെ ഓവറായിട്ട് കഴിച്ചില്ല. ചേട്ടന് ഒരു ലിമിറ്റിലാണ് കഴിച്ചത്. ഞാനാണത് കൂടുതലും കഴിച്ചെടുത്തത്. കാരണം പാത്തു അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പാത്തിനൊരു സ്പൂണൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കുഞ്ഞുട്ടനത് കഴിക്കാത്തതുകൊണ്ട് ചേട്ടനത് വായി വെച്ച് കൊടുക്കുകയാണ് അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവസാനം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. പാത്തുവിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പാത്തുവിനും ഇച്ചിരി ബട്ടർ നാനൊക്കെ കൊടുത്ത് പാത്തു അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഷോയൊക്കെ കാണിച്ചു. പാത്തുവിന് നോ എന്ന് പറയുമ്പോൾ പാത്തു കരയും. അങ്ങനെ പാത്തുവിനെ കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ അങ്ങോട്ട് പഴം മേടിക്കാൻ പോയ വീഡിയോ ആണ് കാണുന്നത്. അങ്ങനെ അവിടെ ഒരു അമ്മ, നല്ല പ്രായമായ ഒരു അമ്മ ഇരുന്ന് പഴം വിൽക്കുന്നു. ആ അമ്മയടുത്ത് നിന്ന് ഞങ്ങൾ പഴം മേടിച്ച്. നല്ല ഫ്രഷ് പഴമായിരുന്നു. അത് പറയാൻ മറന്നുപോയി. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് അധികം വന്നു. അത് ഞങ്ങൾ പാഴ്സൽ പറഞ്ഞ് എടുത്തിട്ടുണ്ട്. അതാണ് കുഞ്ഞുട്ടൻ്റെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അന്നും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അവിടുത്തെ ഒരു ഫേമസ് മന്ദിരമാണ് കാണുന്നത്. ഇവിടുത്തെ നോർത്ത് ഇന്ത്യക്കാർ സ്ഥാപിച്ച മന്ദിരമാണത്. നമ്മൾ പുറത്ത് നോക്കിയാൽ നല്ല ഭംഗിയാണ്. ഇനി ഇവിടെ ഒന്ന് പോകണമെന്നൊരാഗ്രഹമുണ്ട്. ഇനി അവിടുത്തെ വീഡിയോസ് ഞങ്ങൾ പോകുമ്പോൾ ഇട്ട് തരാം. അങ്ങനെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ടെമ്പിളുണ്ട്. പക്ഷേ ഈ സൈഡ് എടുക്കുന്നതുകൊണ്ട് ആ സൈഡ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എങ്ങനെയൊക്കെ കാറിലിരുന്നൊക്കെ അതൊക്കെ ഒപ്പിച്ച് ഞങ്ങളത് കഴിഞ്ഞ് വീണ്ടും വന്നു. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിൻ്റെയൊക്കെ ഏരിയ ആണിത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ സൈഡിലിരുന്ന് ഇങ്ങനെ കഴിക്കും. കുഞ്ഞുട്ടൻ പിന്നെ ഗ്ലാസ് ക്ലോസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന അവിടുത്തെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ പൊരിക്കുന്ന സ്ഥലമാണത്. ആളുകളവിടെ നിന്ന് കഴിക്കുന്നു. നല്ല ആവി പറക്കുന്ന ചിക്കനും മട്ടനും ഒക്കെയാണ് ആ കാണുന്നത്. ഞങ്ങളവിടെ ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. അതിൻ്റെ ഇപ്പുറത്ത് കരിക്ക് വിൽക്കുന്നു. അവസാനം വണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടി ഞങ്ങൾ പെട്രോൾ പമ്പിലോട്ട് വന്നു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സാധാ പെട്രോൾ പമ്പാണ് അവിടെയും കാണുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നുമില്ല പമ്പിന്. നമ്മുടെ നാട്ടിൽ കാണുന്ന പമ്പൊക്കെ തന്നെ. അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു റെയിൽവേ പാളം കണ്ടത്. അവിടെ ട്രെയിൻ കിടക്കുന്ന അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ട്രെയിനാണ് ആ കിടക്കുന്നത്. ഇവിടുത്തെ റെയിൽവേ പാളമാണ് ആ കാണുന്നത്. ഞങ്ങൾ പിന്നെ കാറിലിരുന്ന് കഥയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസത്തിനേക്കാളും പെട്ടെന്ന് തന്നെ ഫുഡും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഞങ്ങൾ ട്രാഫിക് ജാമിൽ കിടക്കുകയാണ്. പാത്തു ഫ്രണ്ടിലോട്ടാണ്, ചേട്ടൻ്റെ കയ്യിലിരിക്കുകയാണ് പാത്തു. ബാക്കിലിരുന്നിട്ട് പാത്തുവിന് പറ്റുന്നില്ല. അങ്ങനെ ചേട്ടൻ്റെ കയ്യിലോട്ട് ചാടി പോയിരിക്കുകയാണ് പാത്തു. പാത്തുവിനെ ഞങ്ങൾ പുറത്ത് ബാക്കിലിരുന്ന് കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പാത്തു ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന ഇതാണ്. അങ്ങനെ പാത്തുവിനെ പൊക്കി കാണിക്കുകയാണ് ഞങ്ങൾ കാണാൻ വേണ്ടി. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു പള്ളിയാണ് ആ കാണുന്നത്. അതും ഞങ്ങൾ ചുമ്മാ വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കല്ലല്ലോ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ എത്താറായി. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലെത്തിയിരിക്കുകയാണ്. ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ അകത്ത് കയറി. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇവിടെ തീരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലെത്തി. ബൈ, സീ യു. അടുത്ത